വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോൾ കമലിനാണെങ്കിൽ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. അതിനുശേഷം കമലൻ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അകത്തേക്ക് കയറി ആശാനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് കണ്ട ആശാനെ, ഏട്ടത്തിയമ്മയെ കണ്ട ആശാനെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവും രാഘവൻ നായരും രോഹിത്തും ഭാമയും അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം ശ്യാമ ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട്. അന്നേരം എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ റോഡിൽ വെച്ചാണ് കണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്ങോട്ട് പോയും ചോദിക്കുമ്പോൾ അതറിയില്ല ആശാനെ എന്ന് പറയുന്നുണ്ട്. കൂടെ ഒരു പെൺകുട്ടിയും വേറെ രണ്ടാളും ഉണ്ടായിരുന്നു. കാറിൽ പോയി, ഞാൻ ഒരുപാട് ദൂരം കുറേ ഓടി, പക്ഷെ കൂടെ എത്തിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ വാടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് കമലിനെ വിളിച്ചുകൊണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. സത്യഭാമ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. വിഷ്ണു നിൽക്കെവിടെ എന്ന് പറയുകയാണ്. അന്നേരം നീ എങ്ങോട്ട് പോവുകയാണ്, നീ ഒരിടത്തേക്കും പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അമ്മേ ശാലിനി എന്ന് പറയുമ്പോൾ നീ എന്താടാ കരുതിയിരിക്കുന്നത്, നീയും നിൻ്റെ കൂട്ടുകാരനുമൊക്കെ ചരട് വലിക്കുന്ന പാവകളാണെന്നോ ഞങ്ങളും ഈ ഇരിക്കുന്നവരും ഒക്കെ, ഇവർ വെറുതെ നാടകം കാണാനായിട്ട് വന്നിരിക്കുകയല്ല, നിനക്ക് ഞാനൊരു സമയം തന്നിരുന്നു അമാവാസി, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്, അത് നീ പാലിച്ചേ മതിയാവൂ, നീ ഒരിടത്തേക്കും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇപ്പോൾ നീ പോവുകയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും, പക്ഷെ നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ടാകും, പക്ഷേ ഈ സത്യഭാമ ജീവനോടെ കാണില്ല എന്ന് പറയുമ്പോൾ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വിളിക്കുന്നുണ്ട്. വിഷ്ണുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അന്നേരം ശ്യാമ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ കുഞ്ഞേച്ചി ഇങ്ങോട്ടല്ലേ വന്നത്, ഇങ്ങോട്ടാണ് വന്നതെങ്കിൽ കമലിന് എത്തുന്നതിന് മുമ്പേ എത്തേണ്ടതാണല്ലോ എന്നൊക്കെ ശ്യാമ ചിന്തിക്കുകയാണ്. രാഘവൻ നായരും രോഹിത്തും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പം മധുശ്രീ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ സുസ്മിത പറഞ്ഞതൊക്കെ ശരിയാണ്, ശാലിനി ഇവിടുത്തെ കളക്ടറായിട്ടും ഈ പൊട്ടന്മാരൊന്നും ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ കരുതുകയാണ്. അന്നേരം ഈ സത്യഭാമ ഇതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ആൻറ്റി മരണമാസ് തന്നെ, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് സുസ്മിത സന്തോഷിച്ചിരിക്കുകയാണ്. തുടർന്ന് കമലൻ അത് സത്യാമ്മയെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോടാന്ന് പറയുകയാണ്. ഇറങ്ങടാന്നും പറഞ്ഞ് കമലിനെ അങ്ങ് വഴക്ക് പറയുമ്പോൾ ഒരക്ഷരം സംസാരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. തുടർന്ന് കമൽ അവിടെ നിന്ന് സങ്കടത്തോടെ ഇറങ്ങിയാണ്, ദേഷ്യത്തോടെ ബൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി പോകുന്നുണ്ട്. പോകുമ്പോഴും കമലിനങ്ങ് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. കണ്ണുനീരൊക്കെ തുടച്ചാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത്. തുടർന്ന് ഇരിക്കടാന്ന് വിഷ്ണുവിനോട് പറയുകയാണ്. അന്നേരം ഇരിക്ക് എന്നിങ്ങനെ ആജ്ഞാപിക്കുകയാണ് ഭാമ അങ്ങോട്ട്. എന്നിട്ട് വിഷ്ണുവിന് ആകെ കലിയും ദേഷ്യവും വരുന്നുണ്ട്. കൈയൊക്കെ അങ്ങ് ഇരിക്കുന്നുണ്ട് സെറ്റിയിലേക്ക്, എന്നിട്ടും കൈയൊക്കെ ചുരുട്ടി പിടിച്ച സെറ്റിയിലേക്ക് ഒരു അടിയൊക്കെ അടിക്കുകയാണ്. മധുശ്രീ ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ ഈ ഭാവവും ഇതൊക്കെ കണ്ടിട്ട്. തുടർന്ന് പറയുന്നുണ്ട്, കുറച്ചു മുന്നേ ഇത്തിരി പോലും ഇല്ലാത്ത കുട്ടിയെ കൊണ്ടൊരു വീഡിയോയുടെ കഥയായിരുന്നു, ഇപ്പോൾ കൂട്ടുകാരനെ കൊണ്ട് ഓരോ നാടകം, ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് നിൻ്റെ കോപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അന്നേരം ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ സത്യാമ്മയെന്നിങ്ങനെ ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത്രയും ആദ്യ ഭാര്യയെ ഇത്രയുമൊക്കെ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു രണ്ടാം വിവാഹം ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ ഡിവോഴ്സായി കാണും എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻകുട്ടി വേണ്ടാത്തത് പറയണ്ട എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അല്ല രാഘവേട്ട, ഞാൻ ഈ കുട്ടിയുടെ കാര്യമല്ല പൊതുവെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ കുട്ടി ആ കുട്ടി ഇത്രയും കാര്യമായിട്ട് സ്നേഹിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടതല്ലേ, പിന്നെ എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിജയകുമാറിനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ് ബാക്കി ചോദിക്കാനായിട്ട് ഭാമയോട്. അന്നേരം ഭാമ അതിനു മുമ്പേ വിജയകുമാറിനോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. അന്നേരം അതെ, പക്ഷേ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴല്ലേ കണ്ട് മനസ്സിലാക്കിയതെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. തുടർന്ന് വിജയകുമാർ ചോദിക്കുകയാണ്, ഇവർ ചോദിച്ച ചോദ്യത്തിന് സത്യാമ്മ ഉത്തരം പറയണം, ഈ കല്യാണാലോചനയല്ല വേറെ ഇനി ഏതൊരു കല്യാണാലോചന വന്നാലും സത്യാമ്മ ഉത്തരം പറയേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, വിജയകുമാറെ ഇവരെയും കൂട്ടി ഇറങ്ങിക്കോ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻകുട്ടി അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഭാര്യ കനകലത എഴുന്നേൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു മറുപടിയല്ല പ്രതീക്ഷിച്ചതെന്ന് കനകലത പറയുന്നുണ്ട്. വാ മോളെ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസത്തിൽ വിഷ്ണുവും രാഘവൻ നായരും ശ്യാമയും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേ മധുശ്രീ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷേ ഈ ആലോചന വിട്ട് ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്താ മോളെ നിനക്ക് ഭ്രാന്തായോ എന്നിങ്ങനെ അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, മധുശ്രീയുടെ അമ്മ. അന്നേരം അമ്മ അങ്ങോട്ട് സമാധാനപ്പെടും, ഭ്രാന്തായതൊന്നുമല്ല, ഈ മധുശ്രീ പറയുന്നത് തന്നെയാണ്, കുട്ടിക്കാലം മുതലേ എൻ്റെ ആരാധനാപാത്രമായിരുന്നു സത്യാമ്മ, അവിടേക്ക് ഒരു മരുമകളായിട്ട് കയറി വരിക എന്നുള്ളതും എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പുരുഷൻ താലി കെട്ടാനായിട്ട് ഒരഭിമാനമുള്ള ഒരു സ്ത്രീയും സമ്മതിക്കില്ല, പക്ഷേ ഇവിടെ മധുശ്രീ സമ്മതിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയും രോഹിത്തും ഒക്കെ അങ്ങ് ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ്, രമണൻ പിള്ളയും രാഘവൻ നായരും ഒക്കെ. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു
വിഷ്ണു ആ ഒരു ദേഷ്യവും കലിയിലും വാശിയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെയും ശ്രദ്ധിക്കുന്നില്ല, കൈ കൂടെ ചുരുട്ടി പിടിക്കുന്നുണ്ട്, അവിടേക്ക് ഇങ്ങനെ ഇറുക്കി അടിക്കുന്നുണ്ട്, ആർക്കും മുഖം കൊടുക്കുന്നില്ല, കണ്ണൊക്കെ ഇങ്ങനെ ചോപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, മധുശ്രീ ബാക്കി പറയുകയാണ്, ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുട്ടിയുടെ കാര്യമാണ്. എന്തോരം ഭാഗ്യവതിയാണ് ആ കുട്ടി, ഒരു ഭർത്താവ്, ഒരു പുരുഷൻ ഇത്രയും അധികം ഒരു പെൺകുട്ടി ഭാര്യയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ? അവൾ ഇതൊരു ഭാഗ്യവതിയാണ്. പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം ഈ വിഷ്ണുവിൻ്റെ സ്നേഹം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മരണം വരെ കാത്തിരുന്നിട്ടായാലും ഞാൻ നേടിയെടുക്കും എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. തുടർന്ന് മധുശ്രീക്കാണെങ്കിൽ തൻ്റെ ആവശ്യമാണല്ലോ ഇവിടെ ശാലിനിയോടുള്ള പ്രതികാരവും, പിന്നെ വിഷ്ണുവിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് സത്യഭാമയുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ് മധുശ്രീ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യാമ്മ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുമെന്ന് പറയുകയാണ്. സത്യാമ്മയും കയ്യിലെടുക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. രാഘവൻ നായർ ഇതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടുകുത്തിയിരിക്കുന്ന മധുശ്രീ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. ഇല്ല, മധുശ്രീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഇങ്ങനെ ഒരു മരുമകളെയാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ അങ്ങ് മധുശ്രീയെ കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് മധുശ്രീയുടെ നെറ്റിയിലൊക്കെ മുത്തം കൊടുക്കുന്നുണ്ട് ഭാമ. ഇത്രയും നാൾ സത്യാമ്മ വിളിച്ചു, മോൾ എവിടെയായിരുന്നു? ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ കൊണ്ടൊരു താലി കെട്ടിച്ച് എൻ്റെ പൊന്നിനെ മരുമകളാക്കണം, ഈ വീട്ടിലേക്ക് കയറ്റണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടുനടപ്പ് എന്നുള്ള ഇതില്ലേ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം എന്നിങ്ങനെ വിജയകുമാർ പറയുമ്പോൾ, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണത്തിലേക്ക് കടക്കാം, ഒരു നിശ്ചയം നടത്താം, നാളെ തന്നെ ആയാലും എന്താ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായരും രോഹിത്തും ശ്യാമയും ഒക്കെ ഇങ്ങനെ ഭാമയെ തന്നെ ശ്രദ്ധിച്ച് അന്തം വിട്ട് നോക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ ആ ദേഷ്യത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. ഭാമ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നാളെ നിശ്ചയമാണെന്ന് അറിഞ്ഞിട്ട് പോലും വിഷ്ണുവിലൊരു ഞെട്ടലോ ഒന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് അത് ആയിക്കൊള്ളട്ടെ, എങ്കിൽ നാളെ തന്നെ നടത്താം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നിങ്ങനെ, അല്ല മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്നിങ്ങനെ വിജയകുമാർ പറയുമ്പോൾ, ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾ കിട്ടുമുടാനുള്ള സ്വത്തുണ്ട്, ഒരേ ഒരു മകളേ ഉള്ളൂ, എല്ലാം അവൾക്കുള്ളതാണ് എന്നിങ്ങനെ വിജയകുമാറല്ല ശിവൻകുട്ടി പറയുമ്പോൾ, എനിക്കൊന്നും വേണ്ട, ഇവളെ മാത്രം, ഈ പൊന്നുംകുടത്തിനെ മാത്രം ഇങ്ങോട്ട് തന്നാൽ മതി എന്നും പറഞ്ഞ് ഭാമയാണെങ്കിൽ മധുശ്രീയുടെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആകെ സന്തോഷത്തിലാണ് ഭാമയുടെ നിൽക്കുന്നത്. ഒന്നും വേണ്ടാന്നൊക്കെ പറയുമ്പോൾ, ചാവുമ്പോഴെല്ലാം കൂടി കെട്ടിപ്പോയിഞ്ഞ് പോകാനൊന്നും പറ്റില്ലല്ലോ, ഉള്ളതെല്ലാം അവൾക്കാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി ഇതിനെപ്പറ്റിയൊരു സംസാരം വേണ്ട, സാധാരണ കാറ്, പോക്കറ്റ് മണി, സ്ത്രീധനം എല്ലാം കുറഞ്ഞു പോയി എന്നും പറഞ്ഞാണ് സംസാരം. ഇതിപ്പോൾ ഒന്നും വേണ്ടെന്നല്ലേ സത്യാമ്മ പറയുന്നത്? ഇതിപ്പോൾ ശിവൻകുട്ടി അല്ല, അവർ മധുശ്രീക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോട്ടെ, അത് സത്യാമ്മ അന്വേഷിക്കേണ്ട, പ്രശ്നം തീർന്നില്ലേ എന്നിങ്ങനെ വിജയകുമാറും പറയുകയാണ്. അന്നേരം മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ഭാമയെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, നിങ്ങളോടും നിങ്ങളുടെ മകനോടുമുള്ള സ്നേഹമോ മാങ്ങാത്തലിയോ ഒന്നുമല്ല, എനിക്ക് ശാലിനിയോടുള്ള പ്രതികാരമാണ് ഞാനിവിടെ സാധ്യമാക്കുന്നത് എന്നിങ്ങനെ ആ ഒരു ലക്ഷ്യം നേടിയെടുത്തു എന്നുള്ള രീതിയിൽ പിന്നെ മധുശ്രീയും പറയുകയാണ്. തുടർന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നിങ്ങനെ ശിവൻകുട്ടി പറയുന്നുണ്ട്. അന്നേരം അതിനു മുന്നേ ഭാമ പറയുന്നുണ്ട്, നാളെ നിശ്ചയത്തോടൊപ്പം മോതിരമാറ്റം നടത്തുന്നതിനോടൊപ്പം വിവാഹത്തിൻ്റെ മുഹൂർത്തവും കുറിക്കാം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വന്നിട്ട് പച്ചവെള്ളം പോലും കുടിച്ചില്ലല്ലോ, കുറച്ചുകൂടി 5 മിനിറ്റ് ഇരുന്നാൽ തണുത്ത എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ഭാമ പറയുകയാണ്. അന്നേരം ഒന്നും വേണ്ട, നാളെ ഇപ്പോൾ നിശ്ചയം എന്ന് പറയുമ്പോൾ അടുത്ത ബന്ധുക്കളെയൊക്കെ എല്ലാവരെയും ഒന്നിരുന്ന് ക്ഷണിക്കണ്ടേ, നാളെ സത്യാമ്മ ഞങ്ങൾ വരുമ്പോൾ സദ്യ തന്നെ 7 കൂട്ടം പായസം അടക്കം സദ്യ ഉണ്ടാക്കി വെച്ചാൽ വിസ്തരിച്ച് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുമെന്ന് കനകലത പറയുകയാണ്. അന്നേരം 7 70 ആയിക്കൊള്ളട്ടെ, സത്യാമ്മയുടെ മനസ്സ് നിറഞ്ഞു എന്നുള്ളത് നാട്ടുകാർ മൊത്തം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെയും രാഘവൻ നായരെയൊക്കെ നോക്കുകയാണ്. പക്ഷേ വിഷ്ണു നിവർന്നു പോലും നോക്കുന്നില്ല. തുടർന്ന് എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഇവളെ വിടാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് ഭാമ വീണ്ടും വീണ്ടും പറയുകയാണ്. അന്നേരം നാളെ അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്, മൊത്തമായിട്ട് അവളെ അങ്ങ് എടുത്തോ എന്നൊക്കെ അങ്ങ് അമ്മയും അച്ഛനും ഒക്കെ പറയുകയാണ്. തുടർന്ന് എല്ലാവരും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും അച്ഛനും ഒക്കെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. പക്ഷേ മധുശ്രീ നോക്കുകയാണ്. പക്ഷേ വിഷ്ണു ആരെയും നോക്കുന്നില്ല. അങ്ങനെ തല കുനിച്ച് ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് അവരെ യാത്രയാക്കാനായിട്ട് സത്യഭാമ അങ്ങ് ഉമ്മറത്തേക്ക് പോകുമ്പോൾ ഈ പപ്പിയാണെങ്കിൽ വന്ന് രാഘവൻ നായരോട് പറയുന്നുണ്ട്, അച്ചച്ച അത് ബാഡ് ഗേളാണ്, കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അച്ചച്ചനെങ്കിലും എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ശ്യാമയും രോഹിത്തുമൊക്കെ നിസ്സഹായിട്ട് നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, മോളെ ഇവിടെ ആരും അവിശ്വസിക്കുന്നില്ല, മോളുടെ കണ്ണുകൾ കണ്ടത് സത്യം തന്നെയാണ്, ഇവിടെ കണ്ണ് തുറക്കാത്തത് അവളുടെയാണ്, ഭാമയുടെ പിന്നെ ഒഴിഞ്ഞുപോയൊരു അപകടത്തെയാണ് വീണ്ടും അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ സുസ്മിതയേക്കാൾ വലിയൊരു അപകടം കാളിയനെയാണ് എടുത്ത് തലയിൽ വച്ചിരിക്കുന്നതെന്ന് അവൾ അറിയുന്നില്ല, അത് അറിയുമ്പോഴേക്കും ഒരുപാട് വിഷമിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്.
ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് മുകളിലേക്ക് കയറിപ്പോയിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഭാമയാണെങ്കിൽ വീണ്ടും ഉമ്മർത്ത് ചെന്നിട്ട് മൗസ്രിയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് യാത്ര അയക്കുകയാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് മൗസ്രി സന്തോഷത്തോടെ കാറി കയറി പോകുന്നുണ്ട്. ഭാമയും അതേ സന്തോഷത്തിൽ. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നിശ്ചയം എന്നുള്ളതാണ്. പക്ഷേ രാഘവൻ നായർ പിന്നെ ശാലിനിയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. വിഷ്ണുവിന് വാക്ക് കൊടുക്കും. വിഷ്ണുവിൻ്റെ സങ്കടത്തിന് രാഘവൻ നായർ ഒരു അറുതി വരുത്തും. അതൊക്കെ നമുക്ക് പുതിയ വിശേഷങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക് യു.